ഹലോ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പഠിച്ചു തുടങ്ങി എന്ന് കരുതുന്നു. സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ സൈലം ലേണിംഗിൽ നിന്ന് തരുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ, അതൊക്കെ മക്കൾ പഠിച്ചു തുടങ്ങി എന്ന് തന്നെ ടീച്ചർ വിശ്വസിക്കുകയാണേ. ഇന്ന് ടീച്ചർ പുതിയൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളം പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ഒത്തിരി കഥകൾ, കവിതകൾ, അതേപോലെ ലേഖനങ്ങളായിക്കോട്ടെ, യാത്രാവിവരണങ്ങളായിക്കോട്ടെ, നോവലിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കലയും സാഹിത്യവും എല്ലാം ചേർത്ത് ഇണക്കിക്കൊണ്ട് നമ്മളുടെ പഠനം, മലയാള ഭാഷാ പഠനം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കല, സാഹിത്യം രണ്ടും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രണ്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവയാണ് അല്ലേ. കലയോട് ചേർന്ന് നിൽക്കുന്നതാണ് സാഹിത്യം, സാഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കല. അപ്പോൾ ടീച്ചർ മക്കളോട് ഇന്ന് പറഞ്ഞു തരുന്നത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ആരാണ്? ചെറുപ്പം മുതലേ നിങ്ങൾ കാണുന്ന ഫോട്ടോ ആണ് അല്ലേ? ഈ ഒരു രൂപം മക്കൾ കാണുന്നതല്ലേ? ആരാണ്? യെസ്, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ജനഗണമന എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗാനാണ് അല്ലേ. നമ്മുടെ ദേശീയ ഗാനം ആരെഴുതിയതാണ് എന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ദേശീയ ഗാനമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മക്കളെ ഇന്ന് പരിചയപ്പെടുത്താണ്. ഇദ്ദേഹം ജനിച്ചത് കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിൽ 1861 മെയ് 7-ാം തീയതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. മരിച്ചതും കൊൽക്കത്തയിൽ തന്നെയാണ്. 1941 സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുൻപ് അദ്ദേഹം മരിച്ചു അല്ലേ, ഓഗസ്റ്റ് 7-ാം തീയതി. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, അതെന്തിനാണ് എന്ന് ടീച്ചർ അവസാനം പറയാട്ടോ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു എവിടെയാണ് ജനിച്ചത്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണല്ലേ. അപ്പോൾ ബംഗാളിലെ പ്രശസ്തനായ ഒരു കവിയാണ്, അതേപോലെ തത്വചിന്തകനാണ്, ദൃശ്യകലാകാരനാണ്, കഥാകൃത്താണ്, ഗാനരചയിതാവാണ്, നോവലിസ്റ്റാണ്, സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് സംഗീതജ്ഞൻ എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. സംഗീതത്തിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചെറുതല്ല. ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം, ജനഗണമന ഇന്ത്യയുടെ എന്തായിരുന്നു? ദേശീയ ഗാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം മാത്രമല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല എന്ന ദേശീയ ഗാനവും ആരെഴുതിയതാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച കവി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നുള്ളത്. മക്കൾക്ക് മനസ്സിലായല്ലോ ആ കാര്യങ്ങള്. ഇനി ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ കാര്യം എല്ലാവർക്കും അറിയാമോ? അറിയാമായിരിക്കും അല്ലേ. എന്നാൽ അത് ഏത് കൃതിക്കാണ് കിട്ടിയത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗീതാഞ്ജലി എന്നുള്ള കൃതിക്ക് ആണ് 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയത് കേട്ടോ. ഗീതാഞ്ജലി 1913 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആയിരുന്നു. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. പിന്നെയോ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെ കുറിച്ച് നമുക്ക് പറയാം. ചെറുകഥകളും കവിതകളും നോവലും ഒക്കെ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം ടീച്ചർ ഇവിടെ എഴുതിയതാണ് കേട്ടോ. കാബൂളിവാല എന്നുള്ള കൃതി
ഒരു ചെറുകഥയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഒരു കഥയാണ് കാബൂളി വാല. അതുപോലെ അതിഥി എന്നുള്ള മറ്റൊരു ചെറുകഥ, സ്ത്രീർ പത്ര, ഭാര്യയുടെ കത്ത് അല്ലെങ്കിൽ സ്ത്രീർ പത്ര എന്ന ചെറുകഥ. പിന്നെ കവിതകളിലേക്ക് പോകാം. കവിതകൾ ഏതൊക്കെയാണ്? ഗീതിമാല്യ, സന്ധ്യാ സംഗീത്, മാനസി. ഇത് മുഴുവനായും പഠിച്ചിരിക്കേണ്ടതല്ല, എങ്കിലും രവീന്ദ്രനാഥ ടാഗോർ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. കാബൂളിവാലയെ നിങ്ങൾ മറക്കരുത്. കാബൂളിവാല വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അതേപോലെ ഗീതാഞ്ജലിയെ ഒട്ടും മറക്കരുത്. നോബൽ സമ്മാനം നമുക്ക് നേടിത്തന്നതല്ലേ, അല്ലേ? ആദ്യത്തെ ഏഷ്യക്കാരനായി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ. പിന്നെ അതുപോലെ കവിതകൾ ഗീതിമാല്യ, സന്ധ്യാ സംഗീത്, മാനസി. പിന്നെ അദ്ദേഹത്തിൻ്റെ ടാഗോർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്നും എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പേരാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് 1921. അത് പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതൻ എന്നുള്ള സ്ഥലത്താണ് വിശ്വഭാരതി സർവകലാശാല. അപ്പോൾ വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാര് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ മറക്കാതെ ഉത്തരം എഴുതണം, പറയണം രവീന്ദ്രനാഥ ടാഗോർ. ഇതൊക്കെ ടീച്ചർ ഇപ്പം എന്തിനാ പറഞ്ഞത് എന്നറിയോ? നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് വിശ്വവിദ്യാലയം. അതിലെ ഒന്നാമത്തെ പാഠം വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. ഇത് ആരെഴുതിയതാണ് എന്ന് മക്കൾക്കറിയാമോ? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഈ ഒരു പാഠം, ഈ ഒരു കഥ എഴുതിയ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണ്ടേ? അതിനു വേണ്ടിയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം, ടീച്ചർ മക്കളുമായിട്ട് പങ്കുവെച്ചത്. അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ എന്താണ് പാഠഭാഗത്തിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കും. അതുവരേക്കും ബൈ.